ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഇനി മുതൽ പറന്നുയരുന്നത്. പറഞ്ഞു വരുന്നത് ന്യോമ എയർബേസിനെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ന്യോമ എയർബേസ്. ഇന്ത്യൻ പ്രതിരോധ ശേഷിക്ക് കരുത്തേകുന്ന ഈ വ്യോമതാവളം പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചൈനയുമായുള്ള കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. അതിർത്തിയിൽ നിന്ന് കേവലം 14 മൈൽ അകലെ പുതിയ വ്യോമസേനാ സ്റ്റേഷൻ ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നു. നയതന്ത്ര തലത്തിൽ ചൈനയുമായി സൗഹൃദം നിലനിൽക്കുമ്പോഴും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഈ നീക്കം. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തേക്കുന്ന ഈ വ്യോമതാവളം 13,700 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏകദേശം 200 കോടി രൂപയിലധികം ചെലവിട്ടാണ് ഈ അതിനൂതന സൗകര്യങ്ങൾ ഒരുക്കിയത്. ൽ ആരംഭിച്ച പദ്ധതിയുടെ വേഗത്തിലുള്ള പൂർത്തീകരണം ഈ താവളത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഈ വ്യോമതാവളം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ വലിയ ഗതാഗത വിമാനങ്ങളും മുൻനിര യുദ്ധവിമാനങ്ങളും ഇവിടെ നിന്നും പറന്നുയരും. സുഖോയ്, റഫേൽ തുടങ്ങിയ നൂതന യുദ്ധവിമാനങ്ങളും C-130J സൂപ്പർ ഹെർക്കുലിസ് പോലുള്ള ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർബേസ് കൂടിയാണിത്. ഏകദേശം 2.7 കിലോമീറ്റർ നീളമുള്ള റൺവേ, അത്യാധുനിക എയർ ട്രാഫിക് കൺട്രോൾ റൂം, പുതിയ ഹാങ്ങറുകൾ, ക്രാഷ് ബേ, അത്യാവശ്യ താമസ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനം ലഡാക്ക് മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും. ൽ നിരവധി സൈനികരുടെ മരണത്തിനിടയാക്കിയ അതിർത്തി സംഘർഷത്തെ തുടർന്ന് വഷളായ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടു വരികയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുമ്പോഴും ഇന്ത്യ ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ വ്യോമതാവളം. മാത്രമല്ല, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുമ്പോൾ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനിക ശേഷി ഉറപ്പാക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും കടമയാണ്. ഈ പുതിയ താവളം കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യൻ സൈന്യത്തിനുള്ള ലോജിസ്റ്റിക് പിന്തുണയും വ്യോമ പ്രതിരോധ ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും. അതിനെല്ലാം ഉപരി അടിയന്തര ഘട്ടത്തിൽ ദ്രുതഗതിയിലുള്ള സേനാ വിന്യാസത്തിന് അതിർത്തിയിലെ ന്യോമയുടെ സാമീപ്യം ഇന്ത്യക്ക് കരുത്തു പകരും. ചൈനയുമായി സൗഹൃദത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നതിനൊപ്പം തന്നെ അതിർത്തിയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ന്യോമ വ്യോമത്താവളം തുറന്നതിലൂടെ ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറായ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ തന്ത്രപരമായ മുന്നേറ്റം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും.